സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ ഒരു പുതിയ ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കുകയാണ്. ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫസ്റ്റ് മാച്ചിന്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും അനൗൺസ്മെന്റ് വരുന്നത്. സോ സ്ക്വാഡിനെ പറ്റി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ പറയുന്നത്. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഈ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ വലിയ ട്വിസ്റ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. ഈ പറയാൻ പോകുന്ന ലിസ്റ്റിൽ പുതുതായിട്ട് ഇനി ആരെങ്കിലും വരാനുള്ള ചാൻസസ് ഒന്നുമില്ല. ഉള്ളവരാരെങ്കിലും പോയാലേ ഉള്ളൂ. സോ എന്തായാലും ഈ സ്ക്വാഡ് പ്രസന്റേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ പോസ്റ്റിലെയും അറൈവൽസും ഡിപ്പാർച്ചേഴ്സും ആ സ്ക്വാഡിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആദ്യമേ തന്നെ ഗോൾ കീപ്പിംഗ് പോസ്റ്റിലേക്ക് വരാം. ഈ സീസണിൽ അത്യാവശ്യം ഡീസൻ്റ് ആയുള്ള ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ള ഒരു പോസ്റ്റിനായിട്ട് എനിക്ക് തോന്നിയത് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഗോൾ കീപ്പിംഗ് പോസ്റ്റിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഡിപ്പാർച്ചേഴ്സ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് കരൺജിത്ത് സിംഗും അതുപോലെ തന്നെ ലാറ ശർമ്മയാണ്. രണ്ടുപേരും അതിൽ കരൺജിത്ത് പ്രത്യേകിച്ച് കുറച്ച് ഓവർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് തരാതിരുന്ന ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത്. സോ അവിടെ ഒരു റീപ്ലേസ്മെന്റ് മസ്റ്റായിട്ടും വേണ്ടിയിരുന്ന ഒരു പോസ്റ്റും കൂടിയായിരുന്നു. ലാറ ശർമ്മ താരതമ്യേന കുറച്ച് മാത്രമേ ഗെയിം ടൈം കിട്ടിയിരുന്നുള്ളൂ. ലോൺ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. സോ അദ്ദേഹത്തെ കൈവിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പകരമായിട്ട് നമ്മുടെ ഐ ലീഗിലെ ഐസോൾ എഫ് സിയിൽ നിന്ന് നോറ ഫെർണാണ്ടസിനെയും യങ് ആൻഡ് പ്രോമിസിംഗ് ആയിട്ടുള്ള സോംകുമാറിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. സോ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിലുള്ള റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ പരിക്ക് മാറി സച്ചിൻ സുരേഷ് കൂടി തിരിച്ചു വരുമ്പോൾ ഗോൾ കീപ്പിംഗ് പോസ്റ്റിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഈ മൂന്ന് പേരെ നോക്കുകയാണെങ്കിലും സോംകുമാർ ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും നോറ ഫെർണാണ്ടസ് ആണെങ്കിലും ഈ മൂന്ന് പേർക്ക് ഒരു ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് കോൺഫിഡൻസോട് കൂടി ആ ഫസ്റ്റ് ചോയ്സ് ഏൽപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് മൂന്ന് പ്ലേയേഴ്സാണ്. അതിൽ സോംകുമാർ ഡ്യൂറൻ കപ്പിലും അതുപോലെ തന്നെ മറ്റ് ഫ്രണ്ട്ലി കോമ്പറ്റീഷൻസിലൊക്കെ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. സോ സച്ചിൻ സോം ഇവരിൽ ആരെങ്കിലും ഒരാൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് വരാനും ഒരു നല്ല ഡീസൻറ്റ് ബാക്കപ്പ് ആയിട്ട് നോറ ഫെർണാണ്ടസ് മാറാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. എങ്ങനെ വന്നാലും ചിലപ്പോൾ ഈ പറഞ്ഞ പാറ്റേൺ ഒന്നും ആയിരിക്കില്ല എങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ഡീസൻ്റ് ആയിട്ടുള്ള വലിയ രീതിയിൽ കുറ്റം പറയാനില്ലാത്ത രീതിയിൽ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിലവിൽ ഗോൾ കീപ്പിംഗ് പൊസിഷൻ. സോ ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിഫൻസിലേക്ക് വരാം, പ്രതിരോധത്തിലേക്ക് വരാം. അവിടെ കാര്യമായിട്ടുള്ള അഴിച്ചുപണികളിലേക്ക് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പോയിട്ടില്ല. ആകെയുള്ള ഒരു ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ച് ആണ്. പിന്നെ പ്രബീർ ദാസിന്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. അദ്ദേഹം കുറച്ച് നാളായിട്ട് മിസ്സിംഗ് ആണ്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് പ്രസന്റേഷനിലൊന്നും അദ്ദേഹം വന്നിരുന്നില്ല. പക്ഷെ അതൊരു ഒഫീഷ്യൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. സോ ആകെയുള്ള മെയിൻ ഒരു ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് ലെസ്കോവിച്ച് ആണ്. അതിന് പകരമായിട്ട് ഫോറിൻ പ്ലെയർ ആയിട്ടുള്ള അലക്സാണ്ടർ കോയിഫിനെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുള്ളത് ലോൺ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നവോച്ച സിംഗിനെ സ്ഥിരമായിട്ട് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ മെയിനായിട്ട് ഈ രണ്ട് ട്രാൻസ്ഫർ മാത്രമാണ് ഡിഫൻസിൽ നടന്നിട്ടുള്ളത്. അതിൽ തന്നെ നമ്മൾ ഈ ഡിഫൻസിലെ സ്ക്വാഡ് ഡെപ്തിലേക്കും പ്ലേയേഴ്സിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ബാക്ക് പോസ്റ്റിന് തുടങ്ങാം. സെൻറ്റർ ബാക്ക് പോസ്റ്റിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് ഫോറിൻ പ്ലേയേഴ്സും രണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സും ആണ്. അതിൽ നമ്മുടെ കോയിഫ് ഉണ്ട്, അതുപോലെ തന്നെ മിലോസ് ഡെൻസിച്ച് ഉണ്ട്. ഇന്ത്യൻ പ്ലേയേഴ്സ് ആയിട്ട് റോയിവ ഹോർമിപ്പാമും അതുപോലെ തന്നെ പ്രീതം കോട്ടാലുണ്ട്. അവിടെ ഡീസൻ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊരു ഫോറിൻ പ്ലെയർ ഒരു ഇന്ത്യൻ പ്ലെയർ ആ കോമ്പിനേഷനിൽ രണ്ട് കോമ്പിനേഷനിൽ ഇറക്കാൻ പറ്റുന്ന അത്രയും പ്ലേയേഴ്സ് നമുക്കുണ്ട്. 4 പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ സ്വിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ നവോച്ച സിംഗ് അല്ലെങ്കിൽ ഐബാൻ ദോഹ്ലിംഗ് അതുപോലെ തന്നെ സന്ദീപ് സിംഗ് ഈ 3 പേര് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് സെൻറ്റർ ബാക്ക് പോസ്റ്റിൽ വരുന്നുണ്ട്. സോ ഇവിടെ സെൻറ്റർ ബാക്ക് പോസ്റ്റിൽ നമുക്കൊരു നല്ല രീതിയിൽ ഒരു ഫോറിൻ പ്ലെയറും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഇന്ത്യൻ പ്ലെയറും ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റിന് നമുക്ക് വലിയ കാര്യമായിട്ട് പ്രശ്നങ്ങൾ പറയാനില്ല. ഇനി ഫുൾ ബാക്ക് പോസ്റ്റിലേക്ക് പോകാം. അതിൽ ലെഫ്റ്റ് ബാക്ക് ആദ്യമായിട്ട് പറയാം. അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് പരിക്ക് മാറി ഐബാൻ ദോഹ്ലിംഗ് തിരിച്ചെത്തുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുള്ള ആ പോസ്റ്റിൻ മാനേജ് ചെയ്തിട്ടുള്ള നവോച്ച സിംഗ് ഉണ്ട്. സോ ഈ രണ്ട് പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഫോം ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ലെഫ്റ്റ് ബാക്ക് പോസ്റ്റിൻ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ട്. ഇവരിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയാലും നമുക്ക് പേടിക്കാനില്ല, മറ്റൊരാൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ അവിടെ വലിയ പ്രശ്നങ്ങളില്ല. ഇവർക്ക് പുറമെ പരിഗണിക്കാവുന്ന ഒരു പ്ലെയർ ആണ് മലയാളി തരമായിട്ടുള്ള മുഹമ്മദ് സൈഫ്. അദ്ദേഹം ഡ്യൂറൻ കപ്പിലും അതുപോലെ തന്നെ പ്രീ സീസൺ മാച്ചുകളിലൊക്കെ അവസരങ്ങൾ കിട്ടിയിരുന്നു. സോ സൈഫ് ഒരു നല്ല ഓപ്ഷനാണ്. ഈ 3 പേരും ഇല്ലെങ്കിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ സന്ദീപ് സിംഗിനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാന്നുള്ളതാണ്. സോ ലെഫ്റ്റ് ബാക്ക് പോസ്റ്റിലും അത്യാവശ്യം നമുക്ക് ആ പ്ലേയേഴ്സ് ഉണ്ട്. ഇഞ്ചുറി പറ്റിയാലും അതിനനുസരിച്ച് ബാക്കപ്സും ഉണ്ട്. പക്ഷേ റൈറ്റ് ബാക്ക് പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇതല്ല അവസ്ഥ. ഒരു പ്രോപ്പർ പക്ക റൈറ്റ് ബാക്ക് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് നിലവിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പില്ലാത്ത പ്രബീർ ദാസ് മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്ര നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഈ സീസണിൽ എന്തുകൊണ്ടും ഒരു റീപ്ലേസ്മെൻറ്റ് വേണ്ട അല്ലെങ്കിൽ അപ്ഗ്രേഡേഷൻ വേണ്ട ഒരു പോർഷൻ തന്നെയായിരുന്നു റൈറ്റ് ബാക്ക് പോർഷൻ. അവിടെ നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രബീർ ദാസും പിന്നെ സന്ദീപ് സിംഗ് ആണ്. സന്ദീപ് സിംഗ് അത്യാവശ്യം ആ പോർഷൻ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ സന്ദീപ് സിംഗ് എന്ന് പറയുന്ന ഒറ്റ പ്ലെയറിലേക്ക് മാത്രം നമുക്ക് ഫുൾ വിശ്വാസം അർപ്പിക്കാൻ പറ്റില്ല. ആ പ്ലെയറിന് ഇഞ്ചുറീസോ അല്ലെങ്കിൽ മറ്റ് ഫോം ഔട്ടൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്ലെയർ വരണം. സോ ഇവിടെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐബാൻ ദോഹ്ലിങ്ങിനെ പിടിച്ച് റൈറ്റ് ബാക്ക് കളിപ്പിച്ചിട്ട് നവോച്ചയെ ലെഫ്റ്റ് ബാക്ക് കളിപ്പിക്കുക, അല്ലെങ്കിൽ നവോച്ച റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ട് ഐബാനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയുള്ള കുറച്ച് കോംപ്രമൈസസ് ഇവിടെ ആവശ്യമായിട്ട് വരേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടും ഇവിടെ ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പ്ലെയർ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിന്റെ ആവശ്യമുണ്ടായിരുന്നു. അത് വന്നിട്ടില്ല. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫൻസീവ് മിഡ്, സെൻട്രൽ മിഡ്, അറ്റാക്കിംഗ് മിഡ്, വിങ്ങേഴ്സ് ഈ 4 പൊസിഷൻ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സോ ഇത്രയും പൊസിഷൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഈ സീസണിൽ
സീസണിലുള്ള ഒരു ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത് ജീക്സൺ സിംഗിൻ്റെതാണ്. ഒരുപാട് നാളെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ജീക്സൺ സിംഗിനെ നമുക്ക് നഷ്ടമായി. പിന്നെ ഫോറിൻ പ്ലെയറായുള്ള സക്കായി മിഡിൽ വിങ്ങിൽ നിന്ന് നമുക്ക് നഷ്ടമായിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ നിഹാൽ സുധീഷ് ലോൺ അടിസ്ഥാനത്തിലാണെങ്കിലും ടീമിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പ്ലെയറാണ് നിഹാൽ. ഇനി ഈ മിഡ്ഫീൽഡിലേക്ക് വന്നിട്ടുള്ള പുതിയ അറൈവൽസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഐ ലീഗിൽ നിന്നുള്ള വിങ്ങറായിട്ടുള്ള ലാൽ തമാവി അറാൾട്ടെ, മറ്റൊരു വിങ്ങറായിട്ടുള്ള ഫോറിൻ പ്ലെയർ നോവ സദോ, പിന്നെ ലോണിൽ പോയി തിരിച്ചെത്തിയിട്ടുള്ള ബ്രൈസ് മിറാണ്ട. ഈ 3 വിങ്ങേഴ്സിന്റെ ഒരു ട്രാൻസ്ഫർ ആണ് മിഡ്ഫീൽഡിൽ ഇത്രയും പൊസിഷൻസ് ഡിഫൻസീവ് മിഡ്, സെൻട്രൽ മിഡ്, AMF, വിങ്ങർ ഇത്രയും വെച്ച് നോക്കുമ്പോൾ വന്നിട്ടുള്ള അറൈവൽസ്. ഇവിടെയും ചില ഏരിയാസിൽ നമുക്ക് അപ്ഗ്രേഡേഷൻ വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ മിഡ്ഫീൽഡിലെ ഓരോ പൊസിഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് മിഡ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ ടൈപ്പ് ഓഫ് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 1 ഫ്രെഡിയും 2 അസറുമാണ്. അതിൽ ജീക്സൺ പോയതിന് പകരമായിട്ട് ഒരു പ്ലെയറിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ ഒരു റീപ്ലേസ്മെന്റോ അപ്ഗ്രേഡേഷനോ നടത്താനോ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ശ്രമിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ് ഈ സീസണിൽ ഏറ്റവും അധികം ബ്ലാസ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഈ പോസ്റ്റിനിൽ ഒരു നല്ല പ്ലെയറിനെ കണ്ടെത്തുക, അവിടുത്തെ ആ പ്ലെയറിന്റെ പെർഫോമൻസ് വരിക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൊയ്ഫിനെ പിടിച്ച് ഈ ഡിഫൻസീവ് മിഡിൽ കളിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കളിക്കുമ്പോൾ ഫോറിൻ പ്ലെയർ കോമ്പിനേഷന്റെ കാര്യത്തിലേക്ക് ഒരുപാട് കോംപ്രമൈസ് നമുക്ക് ചെയ്യേണ്ടി വരും, ഒരു എക്സ്ട്രാ ഫോറിൻ പ്ലെയറിനെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ. സോ ഇവിടെ എന്തായാലും ഈ ഡിഫൻസീവ് മിഡ് പോസ്റ്റിനിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല റീപ്ലേസ്മെന്റ്, ഒരു അപ്ഗ്രേഡേഷൻ നമുക്ക് ആവശ്യമായിരുന്നു. അറ്റ്ലീസ്റ്റ് ജീക്സൺ ഒരു റീപ്ലേസ്മെന്റ് എങ്കിലും വേണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മൂവിംഗ് ഓൺ ടു സെൻട്രൽ മിഡ് പോസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കുള്ള നിലവിലുള്ള അവൈലബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് വിപിൻ മോഹനൻ ഉണ്ട്, അതുപോലെ തന്നെ ദാനിഷ് ഫാറൂഖ്, യൊഹിംബ മീത്തെ. ഇതിൽ നമുക്കൊരു കോൺഫിഡൻസ് പറയാൻ പറ്റുന്ന, ഒരു വിശ്വാസം തരുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് വിപിൻ മോഹനൻ മാത്രമാണ്. ദാനിഷ് ഫാറൂഖിന്റെ കാര്യം ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ ഇടക്ക് നന്നായിട്ട് കളിക്കും, ഇടക്ക് മോശമായിട്ട് കളിക്കും, അങ്ങനെ ഒരു ലെവലാണ്. യൊഹിംബ മീത്തയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു യങ് പ്ലെയർ ആണ്, അതേ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. സോ ഈ പോസ്റ്റിനും കഴിഞ്ഞ സീസൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപ്ഗ്രേഡേഷൻ വേണ്ട, ഒരു നല്ല പ്ലെയറിനെ കൊണ്ടുവരേണ്ട ഒരു പോസ്റ്റിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇവിടെയും നമ്മൾ കഴിഞ്ഞ സീസണിൽ അധികം വർക്ക് ആവാതിരുന്ന ഡിഫൻസീവ് മിഡ് സെറ്റുമായിട്ട് തന്നെയാണ് ഈ സീസണിൽ വരുന്നത്. ഇവിടെയും ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡേഷൻ, ഒരു എക്സ്ട്രാ പ്ലെയറിന്റെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം കളിക്കാൻ നീറ്റായിട്ട് ഒരു വിശ്വാസം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ AMF പോസ്റ്റിനിൽ നമുക്ക് എന്നും ഉള്ളത് ലൂണയാണ്. ആ ലൂണ കൃത്യമായിട്ട് ഫോമായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു പ്ലെയറിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെയും ഒരു ബാക്കപ്പ്, ലൂണയ്ക്ക് പരിക്ക് പറ്റാം, ലൂണയ്ക്ക് പറ്റാതിരിക്കട്ടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു റീപ്ലേസ്മെന്റ് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് മുഹമ്മദ് ഐമൻ മാത്രമാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ ഹേസൂസിനെ പിടിച്ച് AMF കളിപ്പിക്കുക, പെപ്പറെ ഫ്രണ്ടിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ്. സോ അവിടെയും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരും. സോ ലൂണ ഉണ്ട്, ലൂണ കളിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അവിടെയും ഒരു ബാക്കപ്പ് ലൂണക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സിന് ഇല്ല. സോ ഇനി വിങ്ങേഴ്സിലേക്ക് പോകാം. വിങ്ങേഴ്സ് ഈ സീസണിൽ ഒരു കുറച്ചുകൂടി ഒരു ഫോർവേഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഫോർവേഡ് എന്ന ലേബിളിലാണ് കളിക്കാൻ പോകുന്നത്. സോ അതിനനുസരിച്ചുള്ള ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിനെ നമുക്ക് ആവശ്യമാണ്, റൈറ്റിലും ലെഫ്റ്റിലും. അതിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മെയിൻ അല്ലെങ്കിൽ ഈ സീസണിൽ നമ്മൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന നോവ സദോ ഉണ്ട്. അതൊരു വലിയ ആശ്വാസമാണ്. അദ്ദേഹം ആ പോസ്റ്റിനിൽ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മറ്റ് ഇഞ്ചുറീസോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ഡെലിവറി ആണെങ്കിൽ ആ പോസ്റ്റിൽ നമ്മൾ വേറൊരാളെ ചിന്തിക്കേണ്ടതേ ആവശ്യമില്ല. സോ അങ്ങനെ ഒരു പുതിയ പ്ലെയറിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. ഇനി ആ ലെഫ്റ്റ് പോസ്റ്റിനിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ബ്രൈസ് മിറാണ്ട ഉണ്ട്, ലോണിൽ നിന്ന് വന്നിട്ടുള്ള. അത് അത്ര കോൺഫിഡൻസ് നൽകുന്ന ഒരു പ്ലെയർ അല്ല, എന്നാലും ഒരു ബാക്കപ്പ് ആയിട്ട് നമുക്ക് ബ്രൈസ് മിറാണ്ട ഉണ്ട്. വേണമെങ്കിൽ എയ്മനെയും ലെഫ്റ്റിൽ ഉപയോഗിക്കാം. റൈറ്റിലേക്ക് വരുമ്പോൾ റൈറ്റിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലെയറിന് ആവശ്യമുള്ളതും, പക്ഷേ ഏറ്റവും കൂടുതൽ ബാക്കപ്പും പ്ലേയേഴ്സും അവൈലബിൾ ആയിട്ടുള്ളത് റൈറ്റ് വിങ്ങിലാണെന്ന് പറയാം. പുതുതായിട്ട് ഐ ലീഗിൽ നിന്ന് വന്നിട്ടുള്ള ലാൽ തമാവി റാൾട്ടെ ഉണ്ട്, രാഹുൽ KP ഉണ്ട്, സൗരവ് മണ്ഡൽ ഉണ്ട്, മുഹമ്മദ് ഐമാൻ ഉണ്ട്. ഈ 4 പേരുണ്ട്. പക്ഷേ ഈ 4 പേരിൽ ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നിലവിൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് വന്നിട്ടില്ല. അതിൽ കുറച്ചുകൂടി നമുക്കൊരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എയ്മൻ്റെ കാര്യമാണ്. ഡ്യൂറൻ കപ്പിലാണെങ്കിലും പ്രീ സീസൺ മാച്ചുകളാണെങ്കിലും കോച്ച് പ്രിഫർ ചെയ്യുന്നത് നിലവിൽ എയ്മാനാണ്. പക്ഷേ നോവ സദോ ഒരു സൈഡിൽ കത്തി നിൽക്കുമ്പോൾ അതിനനുസരിച്ച് ഡെലിവർ ചെയ്യാൻ എയ്മന് സാധിക്കുമോ എന്നുള്ളതാണ് സംശയം. പിന്നെ രാഹുൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സീസണുകളായിട്ട് സഹൽ പോയ പിന്നെ ആൾ ഫോമൗട്ടാണ്. ഈ സീസണിലെങ്കിലും ഒരു കംബാക്ക് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് രാഹുലിന്റെ കാര്യത്തിൽ. നമ്മുടെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോമിസിങ് അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നു വരേണ്ട ഒരു മിറാക്കിൾ കാണിക്കേണ്ട ഒരു പ്ലെയറാണ്. സൗരവിന്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിലും സൗരവും ഒരു സ്ഥിരമായിട്ട് ഒരു ഹൈ ലെവൽ പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന രീതിയിൽ ഇതുവരെയും വന്നിട്ടില്ല. സോ അവൈലബിൾ ആയുള്ള പ്ലേയേഴ്സ് ഒരുപാട് നമുക്ക് റൈറ്റ് വിങ്ങിൽ ഉണ്ടെങ്കിലും ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഒരാളെ പ്ലേസ് ചെയ്യാൻ പാകത്തിന് ഇല്ല എന്നുള്ളതും നിരാശയാണ്. പക്ഷേ ഇവരിൽ ആരെങ്കിലും ഒരാളൊന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തൊന്ന് പെർഫോമൻസ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഇനി അവസാനമായിട്ട് ആ ഒരു ഫോർവേഡ്, സെന്റർ ഫോർവേഡ് പോസ്റ്റിലേക്ക് പോകും. അവിടെ ഈ സീസണിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഡിപ്പാർച്ചർ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കൺസേൺ എന്ന് പറയുന്നത് നമ്മുടെ ദിമിത്രിയോസ് ദൈമന്തക്കോസിന്റെ ആ ഒരു പോക്കാണ്. അതിനൊപ്പം പകരക്കാരനായിട്ട് വന്നിട്ടുള്ള ഫെഡർ സെർനേസും ടീം വിട്ടു പോയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അറൈവലായിട്ട് വന്നിട്ടുള്ളത് സ്പാനിഷ് പ്ലെയർ ആയിട്ടുള്ള ഹേസൂസ് ഹിമിനസ് ആണ്. ഈ സീസണിൽ എല്ലാ കണ്ണുകളും പോകുന്നത് ഹേസൂസിലേക്കാണ്. അതിന്റെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചർച്ചകൾ മാനേജ്മെന്റിനെതിരെയും
കരോളിസ് കിൻഗസിനെതിരെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കാരണം അത്രയും നല്ലൊരു സ്ട്രൈക്കറിനെയാണ് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് ഹേസൂസിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ഹേസൂസ് ഡെലിവർ ചെയ്തേ പറ്റൂ. സോ അത് വന്നില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ അവിടെ നമുക്ക് സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ നിലവിലുള്ള സ്ക്വാഡിലേക്ക് വരുമ്പോൾ ഈ ഹേസൂസ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഒരു ലോൺലി സ്ട്രൈക്കറായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേസൂസ് ആ പൊസിഷനിൽ നന്നായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റ് പൊസിഷൻസ് പോലെ തന്നെ വേറെ ആരെയും അവിടെ നോക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് ഒരു ബാക്കപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളിലോ പെപ്രയുണ്ട്. ഇവർക്കൊപ്പം തന്നെ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള ഇഷാൻ പണ്ഡിതയും ശ്രീകുട്ടൻ എംഎസും ഉണ്ട്. സോ സെൻട്രൽ ഫോർവേഡ് പൊസിഷൻ നമുക്ക് അത്യാവശ്യം ദിമിത്രോസിന് വിടവ് അവിടെ ഉണ്ടെങ്കിലും ഹേസൂസ്, പെപ്ര, ഇഷാൻ പണ്ഡിത ഇവരെയൊക്കെ വെച്ച് നമുക്ക് നികത്താവുന്നതാണ്. ഇവരൊക്കെ പെർഫോമൻസ് ഡെലിവർ ചെയ്യണം, അത് കാര്യം. പേപ്പറിൽ ഈ പറഞ്ഞ പോലെ റീപ്ലേസ്മെന്റും അവൈലബിലിറ്റി ഉണ്ട്. ഗ്രൗണ്ടിലും ആ പെർഫോമൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ട്രാൻസ്ഫർ സക്സസ് നമുക്ക് ഈ സീസണിൽ പറയാൻ പറ്റും. പിന്നെ ഇവർക്ക് പുറമെ നമുക്കൊരു ബാക്കപ്പായിട്ട് ജോഷോ സെറ്റീരിയോ ടീം വിട്ടുപോയിട്ടില്ലെന്നാണ് കേൾക്കുന്നത്. ആർക്കെങ്കിലും ഫോർവേഡ്സിനോ വിങ്ങേഴ്സിനോ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ടീമിലേക്ക് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ബാക്കപ്പാക്കി വെക്കുന്നതായിരിക്കാം. എന്തായാലും ആ ഒരു പ്ലെയറിനെ കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീസണിൽ സൈനിങ്സ് നടത്തുന്നില്ല, ഒരുപാട് പ്ലേയേഴ്സിന് മിസ്സിംഗ് ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും കാര്യമായിട്ട് കഴിഞ്ഞ സീസണിൽ നിന്ന് ഒരുപാട് ഡിപ്പാർച്ചേഴ്സ് വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ ബേസ്ഡ് ഓൺ പ്രീവിയസ് സീസണിലെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അപ്ഗ്രേഡ് വരേണ്ട ഒരുപാട് പൊസിഷൻ, റൈറ്റ് ബാക്ക്, സെൻട്രൽ മിഡ്, ഡിഫൻസീവ് മിഡ്, അതുപോലെ തന്നെ വിങ്ങേഴ്സ്, ഇവരുടെയൊക്കെ ഒരു റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ ടീം തീർച്ചയായിട്ടും പരാജയപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് നമുക്കുണ്ട്. ആ ഫസ്റ്റ് ചോയ്സ് പ്ലേയേഴ്സ് നല്ല രീതിയിൽ പെർഫോമൻസ് ഡെലിവർ ചെയ്യുകയും പരിക്കൊന്നും പറ്റാതെ സീസൺ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഇല്ല. പക്ഷേ സ്ഥിരം ബ്ലാസ്റ്റേഴ്സിന്റെ കൂടപ്പുറപ്പായിട്ടുള്ള ഇഞ്ചുറീസും നിർഭാഗ്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവിടെ സ്ക്വാഡ് ഡെപ്തിനെയും അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി, നമുക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി ഒരു പക്ഷേ ഈ സീസണിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. സോ എന്തായാലും ഈ ഒരു സ്ക്വാഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.